വിശദീകരണം നൽകിയ ശേഷവും കേരള ഗാനവിവാദം അവസാനിക്കാത്തതിൽ പ്രതികരണവുമായി കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് മഹത് പ്രവൃത്തിയാണ്. തനിക്ക് പങ്കില്ലാത്ത പ്രവൃത്തികളുടെ കുരിശ് ഏറ്റെടുക്കുന്നു. സെൻ ബുദ്ധിസവും ബൈബിളും പഠിപ്പിച്ചത് അതാണെന്നും കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. അഭിജിത്ത് മുഴക്കുന്നു നൽകും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ. അക്കാദമിയിലെ ഈ വിവാദം, അതിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രതികരണം, അതും കെ സച്ചിദാനന്ദന്റെ ഭാഗത്തുനിന്നും അത് ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? ഒപ്പം ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്താണ്? പ്രജിൻ, പല കോണുകളിൽ നിന്നായി വിമർശനം തുടരുന്ന സാഹചര്യത്തിലാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ഈയൊരു തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഈ കുറ്റം താൻ ഏറ്റെടുക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് 2 വിവാദങ്ങളാണ് അന്തരീക്ഷത്തിലുണ്ടായിരുന്നത്. അതിലാദ്യത്തേത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തനിക്ക് കൃത്യമായ രീതിയിലുള്ള പ്രതിഫലം ലഭിച്ചില്ല എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയതായിരുന്നു. ഇതിന് പിന്നാലെ ശ്രീകുമാരൻ തമ്പി കേരളഗാനം എഴുതാനായി തന്നെ സമീപിച്ചെന്നും പിന്നീട് അതിൽ നിന്ന് തന്നെ ഒഴിവാക്കി എന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനെതിരെ ഉയരുന്നത്. അതിലാണ് ഇപ്പോൾ സച്ചിദാനന്ദൻ ഒരു വിശദീകരണവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ കുറ്റം താൻ ഏറ്റെടുക്കുകയാണ്, ഈ തെറ്റ് താൻ ഏറ്റെടുക്കുകയാണ്. മറ്റ് പലർ ചെയ്ത തെറ്റുകൾ, മറ്റു പലരും ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു മഹത് പ്രവൃത്തിയാണ്. നിയമം യാന്ത്രികമായി അനുസരിച്ച് ഒരു പാവം ഓഫീസ് ജീവനക്കാരിയുടേതായാലും പ്രശസ്തനായ ഒരു പാട്ടെഴുത്തുകാരനോട് ഒരു ഗാനം ഒരു ഉദ്യോഗസ്ഥൻ വഴി ആവശ്യപ്പെടുകയും അത് സകാരണം തിരസ്കരിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥയുടേതായാലും താൻ തികഞ്ഞ നിസ്സംഗതയോടെ തനിക്ക് പങ്കില്ലാത്ത ഈ പ്രവൃത്തികളുടെ കുരിശേറ്റെടുക്കുന്നു. ഇതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. തന്നെ സെൻ ബുദ്ധിസവും ബൈബിളും പഠിപ്പിച്ചത് ഇതാണ് എന്നൊരു കാര്യം കൂടി സച്ചിദാനന്ദൻ പറയുകയാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം ഒരു വിശദീകരണത്തിലേക്ക് സച്ചിദാനന്ദൻ വരാനിടയായ സാഹചര്യം, അത് കൃത്യമായ രീതിയിലുള്ള ഈ വിമർശനം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വായിച്ചെടുക്കേണ്ടി വരും. പ്രജിൻ, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.